ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. ഇന്ന് പ്ലാന്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഒരു കുഞ്ഞു സ്പേസ് നമ്മൾ ചായ അടിക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ ഒരു നെറ്റിൽ നമ്മൾ കുറച്ച് മണി പ്ലാന്റ്സും കുറച്ച് ഫിലോഡ്രൻഡ്രോൺ വെറൈറ്റീസും അതേപോലെ മോൺസ്ട്രോ പ്ലാന്റ്സും ഒക്കെ കൂടെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു പ്ലാന്റിൻ്റെ ഇപ്പോൾ ഈ നെറ്റിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യം വെച്ചിരുന്നത് ഈ ഒരു 3 ഫാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മേലായിട്ട്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് അങ്ങനെയാണ് നമ്മൾ സിറ്റ് ഔട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നമ്മൾ സിറ്റ് ഔട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. മുറ്റത്തുനിന്ന് ഈ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് നമ്മൾ അവിടെ ആ ഒരു സൈഡിൽ, അതായത് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ക്യാപ്പിൽ കൊളുത്തിയിടുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി കൊളുത്താനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടില്ല. നമ്മളിതിവിടെ വെച്ചിരുന്നതാണ് കേട്ടോ. കുറച്ച് മുമ്പ് നമ്മളിതിൽ കുറേ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലവർ ചെയ്യുന്ന കുറേ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ കൊടുന്ന് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സീസണ് ആയിട്ട് ഉണ്ടാകുന്ന ചെടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി. പിന്നെ ഞാനതൊന്നും പരീക്ഷിക്കാൻ നിന്നില്ല. ഇപ്പോൾ ലാസ്റ്റാണ് ഞാൻ 1-2 പ്രാവശ്യം വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഉഷാർ തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ മഴയൊക്കെ ആയപ്പോൾ പിന്നെ കുറച്ച് ചീത്താവാൻ തുടങ്ങി. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന കമ്പി എന്താ പറയുക, അത് ഒടിഞ്ഞു പോയി കേട്ടോ. തുരുമ്പ് വന്നിട്ട് ഒടിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതിൽ കുറേ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എങ്കിൽ അത് ഒടിഞ്ഞു പോയ സ്ഥിതിക്ക് നമുക്കിനി അതവിടെ വെക്കാനായിട്ട് കഴിയില്ല. പിന്നെ അടുത്തുള്ള ചട്ടികളിമൊക്കെ വീണാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽനിന്ന് ആ പ്ലാന്റൊക്കെ അടർത്തി എടുത്ത ശേഷം അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് സിറ്റ് ഔട്ടൊന്ന് അടിപൊളിയാക്കാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയയാണ് കേട്ടോ ഇത്. നമ്മളെപ്പോഴും ചായ അടിക്കാനൊക്കെ വൈകുന്നേരം വന്നിരിക്കുന്ന ഇവിടെയാണ്. കുറച്ച് സമയം ഒഴിവിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാൻ. നല്ല എന്താ പറയുക, അടിപൊളി പച്ചപ്പിൽ എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ചെടികളുണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് കൊതുകിൻ്റെ ശല്യമുണ്ട്. അതെല്ലായിടത്തും ഉണ്ട് തോന്നുന്നു. എന്നാലും ഇവിടെ കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വെക്കുന്നത് ഈ ഒരു മോണോസ്ട്രോ പ്ലാന്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ 2 പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മളെ വീട്ടിൽ ഓൾറെഡി ഉള്ള പ്ലാന്റിൽ നിന്ന് ഞാൻ കുഞ്ഞൊരു ലീഫും ഒരു റൂട്ടും കൂടി ഉള്ളത് ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മാഷാഅല്ലാ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീഫുകൾ കാണാനുള്ള ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൂടുതലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പടർത്തി വിടാറാണ്. ഇത് ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ആകുമ്പോൾ ഈ ഒരു നെറ്റിലേക്ക് പടർന്ന് കയറിക്കോളൂ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ 2 ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പിന്നെന്താ പറയുക മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാപ്പിൽ കൊള്ളുന്നത് മാത്രമേ വെക്കുന്നുള്ളൂ. അത്യാവശ്യം ലെങ്ത്തായി പോയിട്ടുള്ളത് അത് സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ബാക്കിയൊന്നും ഇപ്പോൾ വെക്കാൻ കഴിയില്ല, കാരണം നമുക്ക് ഈ ഒരു ക്യാപ്പിൽ പറ്റുന്നതല്ലേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മുറ്റത്തായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഞാനൊന്ന് സെറ്റ് ചെയ്യണം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടാണ്. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുക. പിന്നെ നിങ്ങൾക്ക് ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഏതെല്ലാം ചെടികളാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് സെറ്റ് ചെയ്തിരിക്കട്ടെ, നിങ്ങളൊന്ന് കാണേ. ഇവിടെ ഞാനിത് 4 വലിയ പോട്ടും 2 കുഞ്ഞു പോട്ടും ഉണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വലിയ പോട്ടാണെങ്കിൽ ഇനി ആകെ ഒന്നേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേണ്ട 2 വെറൈറ്റീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞു പോട്ടുള്ളത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിത് അത്യാവശ്യം പടർന്നു പോയതാണ് നമ്മളിപ്പോൾ ഇതിമേ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇതിമേ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ പച്ച കുഞ്ഞു ചരടുകൾ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കെട്ടി കൊടുക്കണേ. ഇനി വളരുന്നതിന് നമുക്ക് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അതിലെ പറ്റി പിടിച്ചങ്ങോട്ട് വളർന്നോളും. അപ്പോൾ ഇങ്ങനെയുണ്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, സിറ്റ് ഔട്ടിലൊക്കെ ചെടി വെക്കുമ്പോൾ ആളുകൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ ചിലരൊക്കെ കാണുമ്പോൾ ഹായ് നല്ല ഭംഗിയുണ്ട്, നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് വെക്കുന്നതന്നെയല്ല മൊത്തത്തിൽ കാണുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. ചിലരൊക്കെ പറയും ഇതെന്താ കാട് പോലെ നിൽക്കണേ, ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൂടെ,
പാമ്പ് വരില്ലേ എന്നൊക്കെ പറയട്ടെ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവർക്കറിയില്ലല്ലോ നമ്മൾ ഡെയിലി വൃത്തിയാക്കുന്നതും ചെയ്യണമെന്നും. കാരണം പെട്ടെന്ന് കാണുമ്പോൾ ഒത്തിരി ചെടികളുണ്ടാകുമ്പോൾ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിതുവരെ അൽഹംദുലില്ലാ ഇതുവരെ ഒരു പ്രശ്നം പാമ്പിൻ്റെ ശല്യം അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനെന്താ പറയുന്നത് വെച്ചാൽ ഇതിന്മേ നമുക്ക് വീട്ടിൽ പുറത്ത് ചെടികളൊന്നും വെക്കാൻ ക്യാപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും കേട്ടോ. അതുപോലെ ചെടികളൊക്കെ വെക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്, അതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ വളർത്താൻ സ്ഥലമില്ല, അതുപോലെ കെയറിങ്ങിന് നമുക്ക് പറ്റണില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഇത്. മണി പ്ലാന്റിനൊന്നും ഒട്ടും കെയറിങ്ങിൻ്റെ ആവശ്യമില്ല, പിന്നെ ആണെങ്കിൽ വെയിലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി വന്നാലും വാടിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് സിറ്റ് ഔട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വെയിലിൻ്റെ ആവശ്യത്തിന് കുറച്ച് വെയിലും തട്ടും, മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ നനവും തട്ടും. പിന്നെ നമ്മൾ എവിടേക്കെല്ലാം പോകുകയാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ലേ, സിറ്റ് ഔട്ടിലല്ലേ. പക്ഷേ എങ്കിൽ നമ്മൾ അകത്ത് വെക്കുമ്പോൾ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കേണ്ട ആ ഒരു സമയം, ഡെയിലി അല്ല നമ്മൾ എപ്പോഴാണോ നനച്ച് കൊടുക്കുന്ന ആ സമയത്ത് നനച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് നോക്കണമല്ലേ. നമ്മൾ വളർത്തിയിട്ട് നമ്മൾ വീടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു കൂട്ടാം. അപ്പോൾ ചിലരൊക്കെ വീടുകളിൽ നല്ല ആവേശത്തിൽ നമ്മൾ വെക്കുന്നത് കണ്ടിട്ടുണ്ട് വീട്ടിൽ ചെടികൾ. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അതൊക്കെ ആകെ വാടി കരിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് സത്യത്തിൽ അങ്ങനെ വാടി കരിഞ്ഞ് നിൽക്കുന്ന ചെടികൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കെയർ ചെയ്യാൻ പറ്റാത്തവർ അതിനായിട്ട് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ വെക്കുന്നതാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പം വരില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാ സെറ്റ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഇട്ടുള്ളത്. സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ നല്ല ഭംഗിയിട്ടിട്ട് ലൈറ്റ് ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ചുമരിലും കാര്യങ്ങളിലൊക്കെ പിന്നെ എന്താ പറയുക ചെടികൾ പടർത്തി വിട്ടാലൊക്കെ കാസി നന്നായിട്ട് ചീത്ത പറയുന്നു. കാസി പറയും അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എൻ്റെ ചെടിയും കൂടെ വെച്ചിട്ട് ആകെ വൃത്തിയേടാവും എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ മോളിൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പിച്ച് വന്നാൽ ചീത്ത കേൾക്കും അവങ്ങളിത് ചെയ്തിട്ട്. പക്ഷേ കാസി വന്നപ്പോൾ കാസിക്ക് നല്ല ഇഷ്ടമായിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കുന്ന എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും വാങ്ങിയിട്ട് നേരിട്ട് കാണുമ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നല്ല ഗ്രോത്തായി അടിപൊളിയായിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ വീഡിയോയിൽ നമ്മളെ ഡേ മൈ ലൈഫിലൊക്കെ നമ്മൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഏത് ചെടിയാണ് ഇഷ്ടപ്പെടുന്നത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.